ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മളൊരു കുട്ടി കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ റംബുട്ടാൻ അച്ചാർ ഇടുന്നതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ നമ്മുടെ വീഡിയോസ് ഇടാൻ കുറച്ച് ഗ്യാപ്പായി പോയത് എന്നുള്ള കാര്യം. അപ്പം പേഴ്സണലി കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ അതിൻ്റെ റീസൺ പറഞ്ഞ് ഇതുവരെ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമയം കിട്ടാത്തതുകൊണ്ടാണ് ചെയ്യാഞ്ഞത്. കാരണം സെക്കൻഡ് പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പം അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മുമ്പ് എനിക്ക് ഒരു അബോർഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കെയറും കാര്യങ്ങളൊക്കെ ഇതിന് വേണ്ടിയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഒന്നും ഇടാഞ്ഞതും. പിന്നെ അതൊരു കണ്ടൻറ് ആക്കാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം അതാണ്, അതിനോടൊരു താല്പര്യമില്ലായിരുന്നു. അത് കണ്ടൻറ് ആക്കി ഇങ്ങനെ കണ്ടിന്യൂസ് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചൊരു ബ്രേക്ക് എടുക്കാമെന്ന്. പിന്നെ നമ്മുടെ പാലിയാച്ചിൻ്റെ ആ ഒരു ഷോട്ട് ഇട്ടപ്പം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോം ടൂർ ചെയ്യാവുമെന്ന്. അപ്പം നമ്മൾ പതുക്കെ ചെയ്യുന്നതായിരിക്കും. എല്ലാം ഒന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഹോം ടൂറൊക്കെ ചെയ്യാം. ഇപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മളിവിടെ ഒരു ചട്ടിയൊക്കെ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് നമ്മുടെ ഉലുവായും ജീരകമൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല ജീരകമാണ്, നമ്മുടെ പെരുംജീരകമല്ല, നല്ല ജീരകം. അപ്പോൾ ഇതിൻ്റെയൊക്കെ പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർത്താൽ മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതിൻ്റെ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുഴുവനെ എണ്ണയിലിട്ട് പൊട്ടിക്കുമായിരുന്നു. പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഒരു കൈപ്പിടി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഇട്ടിട്ടുണ്ട്. പിന്നെ അതെല്ലാം ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ഞാൻ കറിവേപ്പിലയും 2 പച്ചമുളക്, എൻ്റെ മുളക് പൊടിക്ക് ഭയങ്കര എരിവായതുകൊണ്ട് ഞാൻ ചെറിയ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഓരോരുത്തരുടെ എരിവിൻ്റെയും ഒക്കെ കണക്കും ഇഷ്ടമൊക്കെ അനുസരിച്ച് എടുത്താൽ മതി. അതെല്ലാം ഒന്ന് വാടി വന്നതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ മുളക് പൊടി ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ കായം, അച്ചാറിലെ മെയിനായിട്ടാണല്ലോ നമ്മുടെ കായം. അതെല്ലാം ഒന്ന് പൊടികളെല്ലാം ഒന്ന് വാടി വരുമ്പോഴത്തേക്കിനും നമ്മുടെ റംബുട്ടാൻ ഇട്ട് കൊടുക്കുക. ഒരുപാട് പേരിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ റംബുട്ടാൻ ഇങ്ങനെ അച്ചാറിട്ട് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ്. ആ ഒരു മധുരവും ഉപ്പും പുളി എരിവും ഒക്കെ കൂടെ ആയിട്ട് കഴിക്കുമ്പോഴത്തേക്കിനും അടിപൊളിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഞാനും കരുതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പം നിങ്ങളും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് വിനീഗർ ഒഴിച്ചിട്ടുണ്ട്. അത് താല്പര്യമുള്ളവർ മാത്രം ഒഴിച്ചാൽ മതി. എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല വിനീഗർ ചേർക്കുന്നത്. പിന്നെ ഞാൻ കുറച്ചൊരു അര ഗ്ലാസ് ഇല്ല, കുറച്ച് വെള്ളം അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരാനും മാത്രമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, ഓക്കെ, സീ യു.